റൂം അടച്ചിരുന്ന് ഒരു പകുതി ദിവസം കരഞ്ഞു തീർത്ത് ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സങ്കടപ്പുഴയെ ദക്ഷ തുറന്നുവിട്ടു. നീ എന്തിനാ കരയുന്നത്? നിന്നെ വേണ്ടാത്തവരെ നിനക്കെന്തിനാ? കണ്ണാടിയിലെ പ്രതിബിംബം അവളെ നോക്കി ചിരിച്ചു. റൂമിൽ അമൽ വെച്ചിട്ട് പോയ പേപ്പർ അവൾ നോക്കി. ഡിവോഴ്സിന് സമ്മതമാണെന്ന് ഒപ്പിട്ട് കൊടുക്കണമെന്ന്, ഒപ്പം ഒരു ബാങ്ക് ചെക്കും വെച്ചിട്ടുണ്ട്. എത്ര വേണേൽ എഴുതിയെടുത്തോ നീ. 5 വർഷം കൂടെ ജീവിച്ചതിൻ്റെ പ്രതിഫലമായി എത്ര എടുത്താലും ഞാനൊന്നും പറയില്ല. അവളുടെ കാതിൽ ആ വാക്കുകൾ മുഴങ്ങി. അമലും ദക്ഷയും വീട്ടുകാർ തീരുമാനിച്ച വിവാഹം തന്നെയായിരുന്നു. ഒരു കോടീശ്വരന്റെ ആലോചന വന്നപ്പോൾ ആദ്യം ദക്ഷയ്ക്ക് പേടിയായിരുന്നു. പക്ഷെ ഈ കുട്ടി തന്നെ മതിയെന്ന് അമലിനായിരുന്നു നിർബന്ധം. അത്രമേൽ സുന്ദരിയാണ് ദക്ഷ. നിന്നെപ്പോലെ ഒരു ഭാര്യയെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. പുറത്തു പോകുമ്പോൾ ആളുകൾ നമ്മളെ അസൂയയോടെ നോക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ വയ്യ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ അവളെ ചേർത്ത് പിടിച്ചു കിടക്കുമ്പോൾ അമൽ അവളുടെ കാതുകളിൽ പറഞ്ഞു. സുന്ദരമായ 3 വർഷങ്ങൾ. അതിനിടയിൽ അവർക്കുള്ളിലേക്ക് ഋതുമോൾ കൂടി കടന്നു വന്നതോടെ അവിടം സ്വർഗമായിരുന്നു. അമയ അവൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതുവരെ. അമലിന്റെ കമ്പനിയിലെ പുതിയ സ്റ്റാഫ്, ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുന്നവൾ. ആദ്യമൊന്നും ദക്ഷ കാര്യമാക്കിയില്ല. അത്രയ്ക്കും വിശ്വാസമായിരുന്നു അമലിനെ. പലയിടത്തു നിന്ന് കേട്ട വാർത്തകളൊക്കെ അവൾ പാടെ തള്ളിക്കളഞ്ഞു. നേരിൽ കാണുന്നത് വരെ വല്ലാത്ത വിശ്വാസമായിരുന്നു അവൾക്ക് അവളുടെ പാതിയെ. ഒരു ദിവസം മോളുടെ സ്കൂളിലേക്ക് പോകേണ്ടി വന്നപ്പോൾ അമലിനോട് പറയാതെ അവൻ്റെ ഓഫീസിലേക്ക് പോയി അവൾ. അമൽ സാർ ഇന്ന് ലീവാണല്ലോ. കാലത്ത് ഓഫീസിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ അമലിനെ അവിടെ കാണാതെ വന്നപ്പോൾ അവളൊന്ന് പേടിച്ചു. വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. വേവലാതിയോടെ തിരിഞ്ഞു വരുന്ന വഴിക്കാണ് അവനും അമയെയും കൂടി ഒരു ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. മുന്നേ കേട്ട വാർത്തകളും ഇതും കൂടിയായപ്പോൾ മനസ്സിൽ സംശയത്തിൻ്റെ മുള പൊട്ടി. ഞാൻ അനൂപിൻ്റെ ഒരു ആവശ്യത്തിന് അവൻ്റെ കൂടെ നാട്ടിൽ പോയതാ. ഓഫീസിലെ ലീവിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അമൽ പറഞ്ഞ നുണ ദക്ഷ വിശ്വസിച്ചതായി അഭിനയിച്ചു. ഒഫീഷ്യൽ ട്രിപ്പുണ്ട് എനിക്ക്, ഏകദേശം ഒരാഴ്ചത്തെ ട്രിപ്പ്. പിറ്റേ ആഴ്ച അമയ്യയ്ക്കൊപ്പം യാത്ര പോകാൻ ബാഗ് പാക്ക് ചെയ്യുന്നതിനിടയിൽ അമൽ പറഞ്ഞു. അവൻ്റെ ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് അവിചാരിതമായി കണ്ട് അവരുടെ യാത്ര നേരത്തെ അറിഞ്ഞ ദക്ഷ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. പോകുന്നതിനേക്കാൾ അവളെ വേദനിപ്പിച്ചത് പോകുന്ന നേരത്ത് അവളെ ചേർത്ത് പിടിച്ച് സ്നേഹം അഭിനയിച്ചപ്പോഴാണ്. അവൾക്ക് അറപ്പാണ് തോന്നിയത്. ചതിക്കുകയാണെങ്കിലും ഇത്രയും തരം താഴണോ അമലേട്ട? അവൾക്ക് അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ ആവുമായിരുന്നില്ല. ആദ്യമൊക്കെ അവൾ പറയുന്നതിനെ എതിർത്തെങ്കിലും അവൾ തെളിവുകൾ നിരത്തി ചോദിച്ചപ്പോൾ അവൻ മൗനമായി നിന്നു. അവൾക്ക് മറുപടി നൽകാതെ അവൻ പ്ലാൻ ചെയ്ത യാത്ര പോവുക തന്നെ ചെയ്തു. എനിക്ക് നീയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണങ്ങളൊന്നും ചോദിക്കരുത് അമയ. അവളെ മറക്കാൻ എനിക്കാവുന്നില്ല. തൻ്റെ ഭർത്താവ് മറ്റൊരു പെണ്ണിനെ മറക്കാനാവുന്നില്ലെന്ന് മുഖത്ത് നോക്കി പറയുമ്പോൾ ചിരിക്കണോ കരയണോ എന്നറിയാതെ അവൾ നിന്നു. അപ്പോൾ എന്നെ മറക്കുമോ അമലേട്ടാ? നമ്മുടെ മോളെ മറക്കാമോ? അതിനേക്കാൾ വലുതാണോ അവൾ? കരഞ്ഞു വീർത്ത കണ്ണുകളുമായി അവളത് ചോദിക്കുമ്പോൾ അമൽ മറുപടി നൽകിയില്ല. എന്നെ വേണ്ടാത്ത ഒരാളോട് സ്ഥാനം പിടിച്ചു വാങ്ങി കൂടെ നിൽക്കാനും മാത്രം തരം താഴ്ന്നവളല്ല ഈ ദക്ഷ. ഒരലർച്ചയോടെ അവളത് പറഞ്ഞു. കല്യാണത്തിനു ശേഷം അമലിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവളുടെ ജോലി അവൾ വേണ്ടെന്ന് വെച്ചത്. ജോലി മാത്രമല്ല, ഇഷ്ടമുള്ള പലതും. അവൾക്ക് സ്വന്തമായ ഇഷ്ടങ്ങളൊന്നുമില്ലാതെ അമലിൻ്റെ ഇഷ്ടത്തിന് മാത്രം അവൾ ജീവിച്ചു. പക്ഷേ അവളതിൽ ഒരുപാട് സന്തോഷവതിയായിരുന്നു. ജീവനെപ്പോലെ സ്നേഹിച്ചതിന് അയാളൊരു ബ്ലാങ്ക് ചെക്കിൻ്റെ വില മാത്രം കൊടുത്തുള്ളൂ എന്നോർക്കുമ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി. അവൻ വൈകിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും ആ വീട്ടിൽ നിന്നും മോളെയും കൊണ്ട് ഇറങ്ങണമെന്ന് അവൾ ഉറപ്പിച്ചു. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന് അവൾക്ക് ഊഹിക്കാമായിരുന്നു. അവളെ തന്നെയാകും കുറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ ഒത്തുതീർപ്പ്. ഒരു പെൺകുട്ടിയാണ് കൂടെയുള്ളത്. അമ്മ ആദ്യം അതാകും പറയുക. നിന്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാകും, കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യൂ നീ. ചേട്ടൻ ചിലപ്പോൾ അതാകും പറയുക. അച്ഛൻ മാത്രം ചിലപ്പോൾ കൂടെ നിന്നേക്കാം. ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ അത് മാത്രം മതി തനിക്ക് എന്ന് അവൾക്ക് തോന്നി. ആരെയും ബുദ്ധിമുട്ടിക്കരുത്. സ്വന്തമായ ഒരു ജോലി കണ്ടെത്തി തനിയെ നിൽക്കണം. ആരുടെയും ഉപദേശവും കുത്തുവാക്കുകളും കേൾക്കണ്ടല്ലോ. നമ്മളിനി വരില്ലേ അമ്മേ? 5 വയസ്സുകാരിയോട് എന്തു പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. താലിയും അഴിച്ചു വെച്ച് അവൻ കൊടുത്ത പേപ്പറിൽ ഒപ്പിട്ട് ആ ബ്ലാങ്ക് ചെക്ക് അതിൻ്റെ കൂടെ വെച്ച് പോകാൻ ഇറങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിച്ചത്. നോക്കിയപ്പോൾ അമലിൻ്റെ നമ്പറാണ്. എടുക്കണോ എന്ന് ഒന്ന് ആലോചിച്ചു. പറയാനുള്ളത് എന്തായാലും കേൾക്കാമെന്ന് കരുതി കോളെടുത്തു. ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ നമ്പറിൻ്റെ ഉടമയെ ഇവിടെ ആക്സിഡൻറ്റ് പറ്റി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് നിന്നുള്ള ശബ്ദം പരിചയമില്ലാത്ത ആളുടേതായിരുന്നു. ആ നിമിഷത്തിലെല്ലാം മറന്ന് അവൾ ആശുപത്രിയിലേക്ക് ഓടി. കാർ എതിരെ വന്ന ലോറിയുമായി ഇടിച്ചതാണ്. കാർ പൊളിച്ചാണ് ആളെ പുറത്തെടുത്തത്. ആശുപത്രിയിൽ കൊണ്ടുവന്ന ഒരാൾ പറയുന്ന കേട്ടു. ഒന്നും പറയാറായിട്ടില്ല. ജീവനോടെ വന്നാൽ തന്നെ കോമാ സ്റ്റേജിലായി പോകാനും ചാൻസുണ്ട്.
ഡോക്ടർ അത് പറയുമ്പോൾ ദക്ഷ പ്രതികരിക്കാതെ ഒരു പാവ കണക്കെയിരുന്നു. ഒന്ന് സംഭവിക്കല്ലേ എന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ചതിച്ചവനാണ് അകത്ത് കിടക്കുന്നത് എന്ന് അവൾ ഒരു നിമിഷത്തേക്ക് മറന്നു. എല്ലാം തരണം ചെയ്ത ജീവിതത്തിലേക്ക് അയാൾ തിരിച്ചു വരുമ്പോൾ ഉറങ്ങാതെ അയാൾക്ക് കാവലായി, അയാൾക്ക് മുഖം കൊടുക്കാതെ ഒന്നും സംസാരിക്കാതെ അയാൾക്ക് വേണ്ടതെല്ലാം അവൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. ഈ ദിവസങ്ങളിലൊന്നും അമ്മയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. അയാൾക്ക് അയാളോട് തന്നെ പുച്ഛം തോന്നിയ ദിവസങ്ങളായിരുന്നു അത്. ദക്ഷയെയും മോളെയും മറന്ന് അമ്മയേക്കൊപ്പം പോകാൻ കുതിച്ച നിമിഷങ്ങളെ അവൻ ശപിച്ചു. എനിക്ക് നിങ്ങളെ മുഴുവനായും വേണം അമൽ. ദക്ഷയുടെ ഭർത്താവെന്ന ലേബലില്ലാതെ എനിക്ക് എൻ്റെ മാത്രം ആക്കണം. അവളുടെ കൊഞ്ചൽ നിറഞ്ഞ വാക്കുകൾ. എപ്പോഴാണ് താൻ അതിൽ വീണുപോയത്? മറ്റെന്തിനേക്കാൾ താൻ സ്നേഹിച്ച കുടുംബത്തെ എന്തിൻ്റെ പേരിലായാലും ഉപേക്ഷിക്കാൻ തീരുമാനിച്ച തനിക്ക് മാപ്പില്ല. ദക്ഷ അവളെപ്പോലെ ഒരാളെ താൻ അർഹിക്കുന്നില്ല. ചുറ്റിലും നിന്ന് ആരൊക്കെയോ പറയുന്നതായി അമലിന് തോന്നി. എന്നാൽ അവളാകട്ടെ അവനോടൊന്ന് സംസാരിക്കാൻ പോലും നിന്നു കൊടുത്തില്ല. അവൻ്റെ എല്ലാ കാര്യങ്ങളും മുടക്കമില്ലാതെ ഒരു ഹോം നേഴ്സിനെ പോലെ അവൾ ചെയ്തു കൊടുത്തു. ആശുപത്രിയിൽ നിന്നും വീട്ടിൽ വന്നിട്ടും അവനെ പരിചരിച്ചു അവൾ. പക്ഷെ അതിലൊന്നും സ്നേഹത്തിൻ്റെ കണിക പോലും ഇല്ലെന്ന് അവന് മനസ്സിലായിരുന്നു. ഒരേ വീട്ടിൽ 2 മുറിയിൽ 2 മനസ്സായി അവർ കഴിഞ്ഞുപോയി. ഞാനിന്ന് പോവാണ്. നിങ്ങൾക്കിനി എൻ്റെ സഹായം ആവശ്യമില്ല. ഹെൽത്ത് ഓക്കെ ആയി കഴിഞ്ഞു. അന്ന് പറഞ്ഞ പോലെ പേപ്പർ ഒപ്പിട്ട് വെച്ചിട്ടുണ്ട്. ആ ചെക്കും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കൂടെ ജീവിച്ച നിമിഷങ്ങൾക്ക് വിലയിട്ട് വാങ്ങാൻ എനിക്കാവില്ല. എല്ലാ രീതിയിലും അവൻ ഓക്കെ ആണെന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് കാലത്ത് ബാഗുമായി ദക്ഷ അമലിൻ്റെ മുന്നിൽ വന്നു. അമ്മൂസേ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അവൻ്റെ വായിൽ നിന്നും ആ വിളി കേട്ടപ്പോൾ ദക്ഷ ഒന്ന് പതറിപ്പോയി. മറന്നിട്ടില്ല അല്ലേ ആ പേര്? സ്വയം വീണ്ടെടുത്ത് അവളത് ചോദിച്ചപ്പോൾ അമലിന് ഉത്തരവുണ്ടായില്ല. തെറ്റുപറ്റിപ്പോയി. ചെറുതല്ല, വലിയ തെറ്റ് തന്നെ. ക്ഷമിച്ചുകൂടെ നിനക്ക്? ഇല്ല അമലേട്ടാ, ഇപ്പോൾ എല്ലാം മറന്ന് ഞാനിവിടെ നിന്നാലും ഇനി നിങ്ങളുടെ നല്ല ഭാര്യ ആയിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വിശ്വാസം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടില്ല. നാട്ടുകാരെ ബോധിപ്പിച്ച് എന്നെ സ്വയം പറ്റിച്ച് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മളിലെ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇങ്ങനെ പറ്റിയില്ലായിരുന്നേൽ ഇപ്പോൾ അമ്മയെ ഉണ്ടാകുമായിരുന്നില്ലേ ഇവിടെ? എനിക്ക് പകരം മറ്റൊരാളെ ചിന്തിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തെളിയിച്ചു. സോ എൻ്റെ പ്രസൻസിനും അത്ര വിലയേ ഉള്ളൂ. കഴിഞ്ഞതൊന്നും കുഴി തോണ്ടിയെടുത്ത് കുറ്റപ്പെടുത്താൻ നിൽക്കുന്നില്ല ഞാൻ. പിന്നെ ഞാനെപ്പോൾ പോകാതിരുന്നത്? അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങളുമായി എനിക്ക് എന്ത് വ്യത്യാസം? മോളുടെ എല്ലാ കാര്യവും നമുക്ക് ഒരുമിച്ച് നടത്താം. എപ്പോൾ വേണമെങ്കിലും അവളെ കാണാം. പക്ഷേ അതിന് നമ്മുടെ ഇടയിൽ ഇങ്ങനെയൊരു റിലേഷൻ വേണ്ട. ഇനി മറ്റൊരു ജീവിതം തിരഞ്ഞെടുത്താൽ ഒന്ന് മാത്രം സൂക്ഷിക്കുക. ആത്മാഭിമാനമുള്ള പെണ്ണ് ഈ ഒരു തെറ്റ് മാത്രം പൊറുക്കില്ല. ഇത്രയും പറയുമ്പോൾ അവളിലെ സ്ത്രീയോട് അവന് ബഹുമാനം കൂടിയേ ഉള്ളൂ. നിർബന്ധിച്ച് കൂടെ നിർത്താൻ അവന് തോന്നിയില്ല. ചെയ്ത തെറ്റ് അത്രമാത്രം വലുതാണെന്ന് അവന് വ്യക്തമായിരുന്നു. അവൾ തിരിച്ചേൽപ്പിച്ച താലിയും കയ്യിൽ വെച്ച് പടിയിറങ്ങുന്ന അവളെ നോക്കി നിശബ്ദമായി നിന്നു. സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പേടിച്ച് അവനവനെ തന്നെ ചതിക്കാതിരുന്നാൽ അവളും ഏറെ സന്തുഷ്ടയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.